കൂട്ടമായിട്ട് മച്ചാന്മാർ റോഡ് ക്രോസ് ചെയ്യുകയാണ്. നമ്മൾ 2000 കിലോമീറ്റർ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ക്ലാപ്പ് അടിക്കൂ. കൺഫേം. ഗുഡ് മോർണിംഗ്. നമ്മുടെ ഡേ നമ്പർ 5. നമ്മൾ അങ്ങനെ ഈ സ്ഥലത്തിൻ്റെ പേര് നാഗ്പൂരിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ജസ്റ്റ് ഞാനൊന്ന് പുറത്തോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. നല്ല സൂപ്പർ സ്റ്റേ ആയിരുന്നു കേട്ടോ, കുറ്റം പറയുന്നില്ല. അതെ, അതും 1000 രൂപയ്ക്ക് പക്കാ സ്റ്റേ. എല്ലാം നല്ല ക്ലീൻ സംഭവം. പയ്യന്മാരൊക്കെ നല്ല അടിപൊളി ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അങ്ങാട് ഇറങ്ങുകയാണ്. നമ്മളിപ്പോൾ സമയം 8 മണിയായി. നമുക്ക് ആക്ച്വലി ഇന്നാണ് ഏറ്റവും കൂടുതൽ ഓടിക്കാനുള്ളത്. നമുക്ക് ഏകദേശം ഒരു 7-8 മണിക്കൂറിന് അടുപ്പിച്ച് ഓടിക്കാനുണ്ട്. അപ്പം ഇന്നത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് സാഗർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. പക്ഷേ അവിടെ എത്തുമെന്നുള്ള കാര്യം അറിയത്തില്ല. അത് മധ്യപ്രദേശിലാണല്ലേ? മധ്യപ്രദേശിലാണ് ഈ സാഗർ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ അവിടെ എത്താൻ പറ്റുമെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പം ഓറഞ്ച് സിറ്റിയോട് നമ്മൾ ഗുഡ് ബൈ പറയുകയാണ്. നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഓറഞ്ച് പാടങ്ങളൊന്നും കാണാൻ പറ്റിയില്ല, എല്ലാം ഔട്ട് ഓഫ് സീസണാണ്. പക്ഷേ ഓറഞ്ച് അവൈലബിൾ ആണെന്ന് പറഞ്ഞു. നമ്മളിവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓറഞ്ച് അവൈലബിൾ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് നമുക്ക്. പക്ഷേ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോകണില്ല. ഈ പോണ വഴിക്ക് എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ നമുക്ക് മേടിച്ചുകൊണ്ട് പോകാം കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കട്ടെ. നമ്മൾ മിക്കവാറും ഫ്രൂട്ട്സിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അല്ലാണ്ട് ഇന്ന് മാക്സിമം കുക്കിംഗ് ടൈം കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പരിപാടി. കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്കൊരു 8 മണിക്കൂർ അടുപ്പിച്ച് ഡ്രൈവ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്ത് സമയം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എത്തുന്നത് താമസിക്കും. ഓക്കെ, അപ്പോൾ റോഡിൽ കാണാം. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് പഴവും മാങ്ങയും മേടിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ചെത്തി മിനുക്കാൻ വേണ്ടിയിട്ട് ബേസിനോട് കൊടുത്ത് ഫ്രണ്ടിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം നമ്മൾ ആൾറെഡി പഴം തീറ്റി ആൾമോസ്റ്റ് കഴിഞ്ഞു. കഴിച്ചോ കൊള്ളാമല്ലേ സംഭവം? മഞ്ഞ കളറാണെങ്കിലും റോബസ്റ്റയുടെ ടേസ്റ്റാണ്. അപ്പം ബാവ അവിടെ മാങ്കോ കട്ട് ചെയ്ത് എന്നെയും ഫീഡ് ചെയ്യുന്നുണ്ട്, പിള്ളേരെയും ഫീഡ് ചെയ്യുന്നുണ്ട്. എന്ത് നമ്മൾ പിന്നെ പഴത്തല്ലി വെച്ചിട്ടുണ്ട്. ഇന്നലെ വന്നതൊക്കെ ഏതെങ്കിലും പശു ടീംസ് വരികയാണെങ്കിൽ കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നാഗ്പൂരിൽ നിന്ന് ഫ്രണ്ടിലോട്ട് ഇറങ്ങാൻ പോവുകയാണ് സംഭവം. നമ്മളിപ്പം ഹൈവേയിലെത്തി. ഹൈവേയിൽ നിന്ന് നേരെ വിട്ടങ്ങ് പോയാൽ മതി. തൊട്ട് സൈഡിൽ നല്ല അടിപൊളി ഒരു മന്ദിർ കാണുന്നു. പക്ഷേ കാണാൻ പറ്റുന്നുണ്ടോ? ഇച്ചിരി കാണാൻ പാടായിരിക്കും. ശ്രീ സ്വാമിനാരായണ മന്ദിർ എന്ന് പറഞ്ഞൊരു മന്ദിർ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കയറുന്നൊന്നുമില്ല, ജസ്റ്റ് എൻ്റെ ഫ്രണ്ടിൽ നിർത്തിയപ്പോൾ കാണിച്ചെന്നേ ഉള്ളൂ. നമ്മളങ്ങനെ സിറ്റി ഹൈവേന്ന് നമ്മുടെ ശ്രീനഗർ കന്യാകുമാരി ഹൈവേയിലേക്ക് കയറിയിരിക്കുകയാണ്. പ്ലസന്റ് മോർണിംഗ്, വലിയ ട്രാഫിക് ഒന്നുമില്ല. ഇതുവരെ ആ റോഡിന് വലിയ പ്രശ്നമൊന്നുമില്ല. ഇന്നലെ മഹാരാഷ്ട്രയിൽ കയറിയപ്പോഴത്തേക്ക് അത്യാവശ്യം ഇങ്ങനെ അങ്ങനത്തെ റോഡൊക്കെ ആയിരുന്നെങ്കിലും ഇപ്പം നല്ല ക്ലീൻ റോഡായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് ഫുള്ള് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മുടെ ചുറ്റുപാട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ തരിശ് സ്ഥലങ്ങൾ, കുറച്ച് വലിയ ഫാക്ടറികളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. നമ്മുടെ ഇന്നത്തെ ട്രിപ്പിൻ്റെ ആദ്യത്തെ ടോള് കഴിഞ്ഞിരിക്കുകയാണ്. 160 രൂപ ആണ് നമ്മൾക്ക് ടോൾ അടിച്ചത്. നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു കുഴപ്പമുണ്ട് കേട്ടോ. വണ്ടിയുടെ ഹൈറ്റ് കുറവായത് കൊണ്ടാണോ അതോ ഫാസ്ടാഗിൻ്റെ പൊസിഷൻ്റെ പ്രോബ്ലം ആണോ എന്ന് അറിയാൻ വയ്യ. മിക്കയിടത്തും ഓട്ടോമാറ്റിക്കായിട്ട് സ്കാൻ ആവില്ല. തൊട്ട് ഫ്രണ്ടിൽ പോകുന്ന വണ്ടി സ്കാൻ ആവും, ബാക്കിൽ പോകുന്ന വണ്ടി സ്കാൻ ആവും. നമ്മൾ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ച് കൊടുക്കാൻ നേരത്ത് ചിലപ്പോൾ സ്കാൻ ആവും. അല്ലെങ്കിൽ അവരൊരു കമ്പ് കണക്കത്തെ സാധനം കൊണ്ടൊന്ന് സ്കാൻ ചെയ്യും, അപ്പോൾ സ്കാൻ ആവും. അപ്പം എന്തൊരു ഒരു ഇതുണ്ട്. ആ ഭാഗം ഒന്ന് വൃത്തിയായിട്ടൊന്ന് ക്ലീൻ ചെയ്തും കൂടെ വെച്ചേക്കാം. ചിലപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ പൊടി എങ്ങാണ്ട് അടിച്ചിരുന്നിട്ടാണോ എന്നുള്ള കാര്യം അറിയത്തില്ല. എന്തായാലും 160 രൂപയായിരുന്നു ടോള്. നല്ല അടിപൊളി റോഡാണ്, അതുകൊണ്ട് പിന്നെ ടോള് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ ഒരു കാട്ടിലൂടെയാണ് വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന കൊള്ളാം കേട്ടോ. എലവേറ്റഡ് ആണ്, അതായത് ഈ കാടിൻ്റെ മുകളിൽ കൂടെയാണ് ഇത്രയും നേരം ഹൈവേ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ കുരങ്ങന്മാർക്കും മറ്റുള്ള ജീവികൾക്കും ഈസി ആയിട്ട് ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ അങ്ങാടി ഇങ്ങോട്ടൊക്കെ ക്രോസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്തായാലും സംഭവം കൊള്ളാം. അതുകൊണ്ട് ഇപ്പം വീണ്ടും പക്ഷേ നോർമൽ റോഡായി. അപ്പോൾ ഇനി കുരങ്ങന്മാർ ഇത്തിരി ബുദ്ധിമുട്ടും. റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ വണ്ടിയുടെ മുകളിൽ കൂടെയൊക്കെ ക്രോസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ കാട് കുറച്ചും കൂടെ പ്രോപ്പർ കാടാണെന്നുള്ളൊരു ഫീലുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ അല്ല, അല്ലേ?
ഒരു പച്ചപ്പ്. അത് പറഞ്ഞപ്പോഴേ ആ സൈഡിൽ ഇരിക്കുന്ന മരങ്ങൾ മൊത്തം കാര്യം എന്ത് നാക്കടി. ഇപ്പുറത്തെ സൈഡിൽ നല്ല പച്ചപ്പ്, ഒരു സൈഡിൽ പച്ചപ്പ്. പക്ഷെ അത് അവിടെ കുറുക്കന്റെ പടമൊക്കെ വെച്ചിരിക്കുന്നു. കുറുക്കനൊക്കെ കാണുമോന്നോ. എന്തായാലും കൊള്ളാം. ഇത് കുറച്ചും കൂടെ ഒരു കാടാണെന്ന് തോന്നിക്കുന്ന ഒരു കാടാണ്. മറ്റേ വെറും പേരിന് വേണ്ടിയിട്ടുള്ള കാടല്ല. സ്റ്റാൻഡേർഡ് കാട്. നമ്മൾ വീണ്ടും ഒരു ടോൺ കൂടെ കഴിഞ്ഞു. ടാങ്കിന് എന്തൊരു കാര്യമായിട്ട് പ്രശ്നമുണ്ട് കേട്ടോ. അത് മിക്കവാറും ഇളക്കി പുറത്തോട്ട് ഒട്ടിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. കാരണം വീണ്ടും അത് റീഡായില്ല. 1-2 തവണ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമാണ് റീഡായത്. അത് പോട്ടെ. സംഭവം എന്ന് വെച്ച് വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് ശ്രീനഗറിലേക്ക് 1800 കിലോമീറ്റർ കൂടെ ഉള്ളൂ. നമ്മൾ ഇതുവരെ ട്രാവൽ ചെയ്തതും 1800 കിലോമീറ്റർ. അപ്പൊ നമ്മളിപ്പം പകുതി കവറായി. ശ്രീനഗറിലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ പകുതി കവറായി അക്കോർഡിംഗ് ടു ആ സൈൻ ബോർഡ് കേട്ടോ. ചിലപ്പം ഗൂഗിൾ മാപ്പിൽ കുറച്ചും കൂടെ ഡിസ്റ്റൻസ് കുറവായിരിക്കും. കാരണം ആ വെച്ചിരിക്കുന്ന ബോർഡേ ചിലപ്പോൾ പണ്ടത്തെ ബോർഡാവാൻ സാധ്യതയുണ്ട്. അപ്പം പുതിയ റോഡ് ചിലപ്പോൾ വന്ന് കാണും, ഷോർട്ട് കട്ട്സും എല്ലാം വന്ന് കാണും. എന്തായാലും അപ്പം 1800 താഴെ ഉള്ളൂ. അപ്പം പകുതി നമ്മൾ കവർ ചെയ്ത് എന്തായാലും സെറ്റ് പോലെ. എന്തായാലും ഈ റോഡും കൊള്ളാം, നല്ല രസമുണ്ട്. കാട്ടിന്റെ നടുക്കൂടെ 2 സൈഡും വേലിയൊക്കെ കെട്ടിയുള്ള അടിപൊളി റോഡ്. അങ്ങും ഇങ്ങുമൊക്കെ കുറുക്കന്റെയും അതിന്റെ ഇതിന്റെയൊക്കെ പടമുണ്ട്. പക്ഷെ പടം മാത്രമേ കണ്ടോളൂ അല്ലേ. ഇതാ ഒറിജിനൽ കുറുക്കനെ ഇതുവരെ കാണാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങളുടെ സ്നാക്സ് ടൈം ആയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങള് കുട്ടികൾക്ക് ചെറിയ വിശപ്പ് വീണ്ടും വന്നപ്പോൾ ഞങ്ങൾ സ്നാക്സ് കഴിക്കാൻ കൊടുത്തു. അത് കൊണ്ടുവന്ന് നോക്കട്ടെ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞേ. അതിനകത്ത് എന്തൊക്കെയുണ്ട്? കാണിക്കേ ബദാം, കാഷ്യൂനട്ട്, ഡേറ്റ്സ്. കുട്ടിക്ക് മലയാളം അറിയില്ല ഗൈസ്. അണ്ടിപ്പരിപ്പുണ്ട്, ബദാം ഉണ്ട്, ഈന്തപ്പഴമുണ്ട്, കുക്കീസ് ഉണ്ട്. ഈതന് സമയമില്ല കേട്ടോ. ഈതൻ തകർത്ത് കഴിക്കുവാണേ. കപ്പലണ്ടി മുട്ടായി ഉണ്ട്. നോക്കട്ടെ, ഇഷ്ടപ്പെട്ട എല്ലാവർക്കും? രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട? എനിക്ക് ഇതിന്റെ ഇടയ്ക്ക് വെച്ച് വേറെ ഒരു സാധനം തന്നല്ലേ, ഒരു ഗുരുവുള്ളത്. അത് ബ്ലൂബെറി. നമ്മളതിൽ കുറച്ച് ബ്ലൂബെറി ഉണ്ടായിരുന്നു. അപ്പൊ ഇവർക്ക് കൊടുത്തപ്പോഴത്തേക്കും അവർക്കത് ടേസ്റ്റ് ശരിയാവുന്നില്ല. നമുക്ക് അത്ര പോരാ. ഡ്രൈ ഫ്രൂട്ട്സ് ഞങ്ങൾ അത്രയ്ക്ക് പരിഷ്കാരിയായിട്ടില്ല. ഒന്ന് ഫ്രണ്ടിലോട്ട് കാണിച്ചേ. ഇത് ഇപ്പോഴും ആ ഒരു കാട് ഏരിയ തന്നെയാണ്. പക്ഷെ ഫുള്ള് വളവും തിരിവും ഒരുമാതിരി. പക്ഷെ ഹെയർ പിൻ എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും അത്യാവശ്യം ഇങ്ങനെ വളവും തിരിഞ്ഞുള്ള ഒരു റോഡാണ് കേട്ടോ. എന്നിട്ട് ഒരു കയറ്റമുണ്ട്. അതുകൊണ്ട് ഗുഡ്സ് വണ്ടികളൊക്കെ ഇത്തിരി കഷ്ടപ്പെട്ടാണ് കയറി വരുന്നത്. ഈ പാരലായിട്ട് പോകാൻ നേരത്ത് ഒരു ചെറുതായിട്ട് ട്രാഫിക് ബ്ലോക്ക് കണക്കും ആവുന്നുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. മീൻസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ ചെറുതായിട്ടൊന്ന് ട്രാഫിക്കിൽ പെട്ടു. ഇവിടെ എന്തെങ്കിലും റോഡ് കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. അപ്പോഴാണ് സൈഡിൽ എന്തെങ്കിലും കൃഷിയാണ്. ഇത് കുറച്ച് നേരം കൊണ്ട് നമ്മൾ കാണുന്നുണ്ട് ഈ സംഭവം. പക്ഷെ ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ചെറിയ ചെറിയ കുറ്റി ഇലകൾ ഇങ്ങനെ ഭയങ്കര അടുത്ത് പടർന്ന് കിടക്കുന്നു. നമുക്ക് ഇതിന്റെ മീൻസ് താഴ്ന്ന എന്തെങ്കിലും കിട്ടുന്നതാണോ അതോ അങ്ങനത്തെ എന്തെങ്കിലും സാധനം ആയിരിക്കും. എന്തായാലും പോണ വഴിക്ക് ഇറങ്ങാൻ പറ്റുന്ന ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി പോകാം. ഫ്രണ്ടൊന്ന് കാണിച്ചായിരുന്നു നോക്കിപ്പെട്ട് കിടക്കണമെന്നും കൂടെ. ബ്ലോക്ക് ഇവിടെ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ നടക്കുവാണ് കേട്ടോ സംഭവം. അപ്പുറ സൈഡിലുള്ള ഇതിപ്പോ നമ്മൾ ഒരു സൈഡിൽ കൂടെയാണ് 2 ട്രാഫിക്കും വിടുന്നത്. തൊട്ടപ്പുറത്തെ സൈഡിലുള്ള റോഡിൽ കൺസ്ട്രക്ഷൻ നടക്കുന്നത് നമ്മൾ അങ്ങും ഇങ്ങുമൊക്കെ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സംഭവം നടക്കുകയാണ്. നമ്മളിവിടെ ചെറുതായിട്ടൊന്ന് നിർത്തി നല്ലൊരു ക്രോസ് വിൻഡ് അടിച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു വിൻഡ് അടിച്ചപ്പോഴത്തേക്ക് ബുറെന്ന് പറഞ്ഞൊരു സൗണ്ട് കേട്ടു. അതെന്തരാണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് നിർത്തി നോക്കിയതാണ്. എനിക്ക് തോന്നുന്നു ജസ്റ്റ് ആ ഒരു റൂഫ് റാക്കിൻ്റെ മുകളിൽ കൂടെ കാറ്റ് പോയതിൻ്റെ ഒരു സൗണ്ട് ആയിരിക്കണം. നല്ലൊരു ക്രോസ് വിൻഡ് അടിച്ചായിരുന്നു. വണ്ടി ചെറുതായിട്ടൊന്ന് ചെയ്തായിരുന്നു. മിക്കവാറും അതായിരിക്കും. എന്തായാലും ഇവിടെ നിന്ന് സാഗർ 203 കിലോമീറ്റർ കൂടെ ഉള്ളൂ. നേരെ അങ്ങ് പോയാൽ മതി. നമ്മളിവിടെ നിർത്തിയതുകൊണ്ട് ഇങ്ങനെ ഒരു ഇതും കൂടെ കാണാൻ പറ്റി. കൂട്ടമായിട്ട് മച്ചാന്മാർ റോഡ് ക്രോസ് ചെയ്യുകയാണ്.
അപ്പോൾ സമയം ഏകദേശം ഒരു 1:30 നമ്മളത് ഇവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഫുഡ് കഴിക്കാനുള്ള പുറപ്പാടിലാണ്. ഹലോ, നമ്മൾ ആക്ച്വലി പുറത്ത് പോയി ഫുഡ് കഴിക്കാനുള്ള പ്ലാനിലായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു ഓഫർ കിട്ടി. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറഞ്ഞു തരാം. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു വിജനമായ ഏരിയയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ധാബകൾ മാത്രമേ ഉള്ളൂ. അപ്പം കുട്ടികൾക്ക് അവിടുത്തെ ഫുഡ് എത്രത്തോളം സെറ്റാവുമെന്ന് അറിയത്തില്ല. കുട്ടിക്കും ഈ വലിയ കുട്ടിക്കും ഇവർക്ക് രണ്ടുപേർക്കും അവിടുത്തെ ഫുഡ് എത്രത്തോളം ശരിയാവുമെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ആ റിസ്ക് എടുത്തില്ല. നമ്മളിപ്പം ഇവിടെ നമ്മുടെ ഒരു ചെറിയൊരു അടുക്കള സെറ്റപ്പ് ചെയ്തിട്ട് ഒരു ചെറിയൊരു ആഹാരം ഇവിടെ കുക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇങ്ങനത്തെ സിറ്റുവേഷനില്ല. അതായത് ഇപ്പോൾ 1:30 അപ്പം പെട്ടെന്ന് നമുക്ക് ഫുഡ് ഉണ്ടാക്കണം. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മുടെ സ്പോൺസറിൻ്റെ സ്വന്തം സാധനങ്ങൾ. നല്ല അടിപൊളി പോത്തിറച്ചി വരട്ടിയതുകൊണ്ട് നമ്മുടെ നെയ്ച്ചോറുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരു പോത്തിറച്ചി വരട്ടിയ ബിരിയാണി അല്ലേ, പോത്തിറച്ചി വരട്ടിയ ബിരിയാണി എന്ന് പറഞ്ഞൊരു സംഭവമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ പെട്ടെന്ന് അങ്ങോട്ട് തട്ടിയിട്ട് നമ്മൾ പെട്ടെന്നൊന്ന് ഒരു ചെറിയ സംഭവം അങ്ങോട്ട് കുക്ക് ചെയ്ത് എടുത്തിട്ട് നമ്മൾ കഴിക്കാൻ പോവുകയാണ്. എന്നിട്ട് നമുക്ക് വൈകുന്നേരം ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ കയറാം. റെസ്റ്റോറൻറ്റിലേക്ക് ഞാൻ പറഞ്ഞതുപോലെ നമുക്കൊരു ഓഫറുണ്ട്. അത് എന്തിനാണെന്ന് ഞാൻ അപ്പോഴും പറഞ്ഞുതരാം കേട്ടോ. ദേ സംഭവം റെഡി ആയിട്ടുണ്ട്. ബീഫ് നെയ്ച്ചോറ് ബിരിയാണി അങ്ങനെയാണ് ഈ സാധനത്തിൻ്റെ പേര് കേട്ടാ. അപ്പം ഈദന് ബീഫ് നെയ്ച്ചോറ് ബിരിയാണി, ആദൂനും ബീഫ് നെയ്ച്ചോറ് ബിരിയാണി. എന്തടി ഇതൊക്കെ ഇത്ര പുച്ഛം എടി. ഓക്കെ, നമ്മുടെ ലഞ്ച് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ഇവ പറയുന്ന കേട്ടതൊന്നും ഇവരാണ് കാശ് കൊടുത്തത് അല്ലേ? എന്തൊരു ഉത്തരവാദിത്തം നോക്കിയാണ്. ഇന്ന് ഒരു സ്പോൺസേർഡ് സംഭവമായിട്ട് ചെയ്തതൊന്നും അല്ല കേട്ടോ. ഇത് ജസ്റ്റ് ഇന്നത്തെ സിറ്റുവേഷനിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫുഡ്സ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ അത് എടുത്ത് വെച്ച് പ്രിപ്പയർ ചെയ്തതാണ്. സംഭവം പൊളിയായിരുന്നു കേട്ടോ. ബീഫും നൈസ് ആയിരുന്നു. അതെ, സമയമില്ലാത്ത സമയത്ത് നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് ഫുള്ള് സാധനങ്ങൾ റെഡിയാക്കാം. എന്നിട്ട് എല്ലായിടത്തിനും വിളമ്പി കൊടുക്കുക, കഴിക്കുക. അതെ, അത് അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട്. വേണ്ടേ ചോറ് ഇങ്ങനെ വിളമ്പി കൊടുക്കാൻ നേരത്ത് ഇങ്ങനെ വായിലെടുത്തോണ്ട് പോകുന്ന നേരത്ത് ഇങ്ങനെ ഓറക്കുന്നവനാണ്. ഇന്ന് വേണ്ട ഇങ്ങനെയാണ് തിന്നോണ്ടിരുന്നത്. ഉരുട്ടി വലിയ വായൊക്കെ തിന്നുന്നത്. അതെ, തട്ടിയിട്ടിട്ട് പറ്റിക്കേണ്ടി വരും. മിക്കവാറും അതായിരിക്കും. വാ തിന്നുവോ? അമ്മ കാണാം. നമുക്ക് കാണാം. വീട്ടിൽ പോയാൽ ഇതിന് ഫുഡ്സിന്റെ ചോറ് അല്ല, വീട്ടിൽ പോകാൻ നേരത്തെ ആവുമ്പോ ചോറ് നോർമൽ ചോറ് തോനെ വലിയ വാ തിന്നുവന്ന്. വെല്ലുവിളി. ഓക്കെ, അപ്പം അതൊക്കെയാണ് സംഭവം. നമ്മളപ്പം നമ്മള് യാത്ര തിരിക്കാൻ പോവുകയാണ്. ഇനി ഏകദേശം ഒരു 180 കിലോമീറ്ററും കൂടെ ഒരു 3 മണിക്കൂർ കൊണ്ട് പിടിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു 5:30-6 മണിക്ക് അകത്ത് നമുക്ക് അവിടെ എത്താം. ഓക്കെ, നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിൽ വന്നു. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. നമ്മൾ 2000 കിലോമീറ്റർ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ക്ലാപ്പടിക്കൂ. അങ്ങനെ നമ്മൾ ടോട്ടൽ നീ ഇത് പിടിച്ചിട്ട് പിന്നെ ക്ലൈപ്പ് ചെയ്യാൻ. അങ്ങനെ നമ്മൾ 2000 കിലോമീറ്റർ മൊത്തം കവർ ചെയ്തിരിക്കുകയാണ്. 2021 കിലോമീറ്റർ 29 കിലോമീറ്റർ ആയി കേട്ടോ. അപ്പോഴേ നമ്മൾ നേരത്തെ ഒരു സംഭവം കണ്ടില്ലായിരുന്നു? അത് ദേ കിടക്കുന്നു. ഇത്തിക്കൂടെ അടുത്ത് വന്ന് നോക്കിയപ്പം നമ്മുടെ പയറ് ചെടിയുടെ ഇലയായിട്ട് ചെറിയൊരു സാമ്യമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഒന്നുകിൽ പയറാവാം, അല്ലെങ്കിൽ അമരയാവാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഭവമാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് കേട്ടോ. അതെന്തായാലും ഒരു ഡൗട്ടായിരുന്നു. 2-3 സ്ഥലങ്ങളിൽ കണ്ട് ഈ സാധനം ഇങ്ങനെ തറ പറ്റി കിടക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായില്ലായിരുന്നു. ഇപ്പോൾ ഒരു പകുതി സമാധാനം കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതാണ് സംഭവം. ഒരുപാട് അടുത്തോട്ട് പോകാൻ പറ്റത്തില്ല. ഇവിടെ ഒരു ചെറിയൊരു കുഴിയുണ്ട്. അവിടെ ചതുപ്പാണ്. അപ്പോൾ ഈ ഇത്രയും ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് എന്തിനാണെന്ന് കൺഫേം ആയിട്ട് പറയാൻ പറ്റുമെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണം. ഇതിനകത്ത് ഒരു ചെറിയ മഞ്ഞ കളർ പൂ പിടിച്ച് വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പിന്നെ പക്ഷേ കണക്കായിട്ട് ഒന്നും കാണുന്നില്ല. അപ്പം എനിക്ക് തോന്നുന്ന അവരായിരിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയുക. ഓക്കെ, നമ്മുടെ സമയം അങ്ങനെ 4 മണി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ അങ്ങനെ ഫൈനലി മഹാരാഷ്ട്ര ബോർഡർ കഴിഞ്ഞ് മധ്യപ്രദേശിലേക്ക് കയറിയിരിക്കുന്നു. മഹാരാഷ്ട്ര ഫുള്ള് ഒറ്റ സീനറി ആയിരുന്നു ഗൈസ്. ബോറടിച്ച്
കണ്ട് 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 ബോറടിച്ച്. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു, കാടുണ്ടായിരുന്നു, പക്ഷെ അത് നമ്മൾ ആൾറെഡി കണ്ടതാണ്. സൈഡിൽ വയൽ അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു, അത് നമ്മൾ ആൾറെഡി കണ്ടതാണ്. പിന്നെ വേറെ കുറെ കൃഷിത്തോട്ടങ്ങൾ, കുറെ സാധനങ്ങളുണ്ടായിരുന്നു, അത് നമ്മൾ ആൾറെഡി കണ്ടതാണ്. ഈ കണ്ട സീൻ തന്നെ ആയിരുന്നു, അതുകൊണ്ട് കണ്ട് 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 ബോറടിച്ചു. ബൈ ദ വേ, നമ്മൾ ആ മഹാരാഷ്ട്ര ബോർഡറിലേക്ക് കയറിയപ്പം ചെറുതായിട്ടൊരു ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പോലീസുകാർ വണ്ടി നിർത്തിച്ചിട്ട് ബാക്കിലത്തെ ഡിക്കിയൊക്കെ തുറന്ന് നോക്കിച്ച്. അപ്പൊ നമ്മളെ ഡിക്കിയിൽ സാധനമൊക്കെ ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് അതേ ചോദിച്ചു, ഇത് എന്തോന്നേ ഒരു അടുക്കള ഫുള്ളുണ്ടല്ല എന്ന്. മലയാളത്തിലല്ല ചോദിച്ചത്, ഹിന്ദിയിലാണ് ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞിങ്ങനെ, സാർ ഹം കേരള സേ കാശ്മീർ ഗാഡി മേ ജാത്താ ഹൂം എന്നൊക്കെ തിരക്കാൻ പറഞ്ഞിട്ടിട്ടുണ്ട്. അപ്പം അവർക്ക് മനസ്സിലായി, സംഭവം മനസ്സിലായിട്ടുണ്ട്. അച്ഛാ എന്നൊക്കെ പറയുന്നത് കേട്ടു. അച്ഛനെ വിളിച്ച അച്ഛാന്ന് പറഞ്ഞതാണ്. ഇതിലെല്ലാം അവർക്ക് സംഭവം മനസ്സിലായിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചോട്ടോ, എത്ര ദിവസമായി, എങ്ങനെയൊക്കെയാണ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, സംസാരിച്ചു. പോലീസുകാർ തന്നെയാണ് ചെക്ക് ചെയ്തത്. പിന്നെ നമ്മുടെ പേരും പിന്നെ ഫ്രം ടു ഒക്കെ അവിടെ എഴുതി കൊടുത്തു. അതായത് ഫ്രം കേരള ടു ശ്രീനഗർ പോകുന്നു എന്നുള്ള കാര്യമൊക്കെ എഴുതി കൊടുത്തു. പിന്നെ കൈമടക്കൊന്നും മേടിച്ചൊന്നുമില്ല. കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കണക്ക് ഈ നമ്മുടെ സെൻട്രൽ ഇന്ത്യയിൽ വരാൻ നേരത്ത് കുറച്ച് സ്ഥലങ്ങളിൽ ഇത് കണക്ക് ഈ കൈമടക്കിന്റെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ കാണുമെന്ന്. അങ്ങനെയൊന്നും ചോദിച്ചൊന്നുമില്ല കേട്ടോ. പിന്നെ അവർ വണ്ടിക്ക് അകത്തൊക്കെ നോക്കി. അപ്പം മിക്കവാറും കുട്ടികളെയൊക്കെ കണ്ടപ്പോഴായിരിക്കും വോട്ട് എന്ന് വിചാരിച്ചതായിരിക്കാം ചിലപ്പോൾ, ഐ ഡോണ്ട് നോ. എന്തായാലും നമ്മളങ്ങനെ മധ്യപ്രദേശ് കയറിയിരിക്കുകയാണ്. മധ്യപ്രദേശിൽ ഇതുവരെയും നമ്മൾ കണ്ടത് മഹാരാഷ്ട്രയിൽ കണ്ട അതേ സീനറിയാണ്, ഒരു മാറ്റവും ഇല്ല. ഇനി അങ്ങോട്ട് പോകാൻ നേരത്തെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ ആ സെയിം സീനറി തന്നെ നിങ്ങളെ കാണിച്ച് നിങ്ങൾക്ക് ബോറടിക്കൂലേ? അതാണ്. എന്തെങ്കിലും വ്യത്യാസമായിട്ടുള്ളത് കാണുകയാണെങ്കിൽ കാണിച്ചു തരാം കേട്ടാ. ഓക്കെ, നമ്മൾ നാഷണൽ ഹൈവേ 44 നിന്ന് അകത്തോട്ടൊരു റോഡ് കയറി പോവാണ്. ഇത് നാഷണൽ ഹൈവേ 26 എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ ഒന്ന് ഫ്രണ്ടിലോട്ട് കാണിച്ചു കൊടുത്തു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു നാഷണൽ ഹൈവേ ആണെന്ന് തോന്നുന്നുണ്ടോ? അറിയാൻ വയ്യ. അപ്പം സാഗർ എന്ന് പറഞ്ഞ സ്ഥലം നമ്മളെ നിർമ്മൽ പോലെ കുറച്ച് അകത്തോട്ടാണ് കേട്ടോ. അപ്പൊ അകത്തോട്ട് പോയിട്ട് അവിടെ എവിടെയെങ്ങാണ്ടാണ് ഈ ഒരു ലേക്ക് സിറ്റി കണക്കത്തെ ഒരു സ്ഥലവും, പിന്നെ അവിടെയാണ് കുറച്ച് ഹോട്ടലുകളും ഒക്കെ ഉള്ളതെന്നാണ് തോന്നുന്നത്. അപ്പൊ നമുക്ക് അകമ്പടിയായിട്ട് കുറെ പോത്തുകൾ പോകുന്നുണ്ട്. ഇത് വൈകുന്നേരത്തേക്ക് അറക്കാനുള്ള പോത്താണോ എന്ന് അറിയത്തില്ല. ഒന്ന് മാറി സൈഡ് നാടേ, ഞങ്ങളുടെ വഴി കൂടെ നിങ്ങൾ നടന്നിട്ട് ആ സൈഡിലോട്ടൊന്ന് കാണിച്ചു. ഒരുമാതിരില്ല മണ്ണുകളൊക്കെ ഖനനം ചെയ്തിട്ട് ബാക്കി ഇട്ടിരിക്കുന്നത് പോലെ തോന്നുന്നു സ്ഥലം കണ്ടിട്ട് അല്ലേ? കുറച്ചുകൂടെ ബാക്കിലോട്ട് കറക്റ്റ് മണലൊക്കെ ഖനനം ചെയ്ത സ്ഥലം കണക്കായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പം നമ്മളെന്തായാലും ആ സാഗർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മള് ഇച്ചിരി സ്കെച്ച് ആയിട്ടുള്ള റോട്ടിൽ കൂടെയൊക്കെയാണ് വന്നതെങ്കിലും ഉദ്ദേശ സ്ഥലത്ത് തന്നെ എത്തി എന്നാണ് വിശ്വസിക്കുന്നത്. ഇവിടെ അത്യാവശ്യം മോഡേൺ ആയിട്ടുള്ള ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റി പോലെയൊക്കെ തന്നെ കാണുന്നുണ്ട്. ഇപ്പം ഇവിടെ അടുത്ത് എവിടെയും കണ്ട ഒരു ലേക്കോ അങ്ങനെ എന്തോ കണ്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലോട്ടായിരിക്കും മിക്കവാറും കൂടുതലും ഹോട്ടൽസും റൂംസും ഒക്കെ അവൈലബിൾ ഉള്ളത് കേട്ടോ. അപ്പോൾ ആ സൈഡിലോട്ടൊന്ന് പോയിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് പറ്റിയ ഒരു ഏരിയ കണ്ടുപിടിച്ചിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപാര തിരക്ക്. പക്ഷേ നമ്മൾ ഏറ്റവും അവസാനം ഇവിടെ സോളിന് കിടക്കാനൊരു സ്ഥലം കണ്ടുപിടിച്ചു. അതേ കണക്ക് നമുക്ക് കിടക്കാനൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹോട്ടൽ. അണ്ടർ കൺസ്ട്രക്ഷൻ, അണ്ടർ മെയിൻ്റനൻസ് ആണ് കേട്ടോ. അതുകൊണ്ട് കുറേ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നു. ബട്ട് റൂം ഈസ് കൂൾ, റൂം അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ടൊന്ന് റൗണ്ട് അടിക്കാൻ പോകുന്നു കേട്ടോ. പറ്റുകയാണെങ്കിൽ എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും കഴിക്കണം. പിന്നെ ഒന്ന് സ്ട്രീറ്റൊക്കെ ഒന്ന് കറങ്ങി കാണണം. അതാണ് നമ്മുടെ മെയിൻ പരിപാടി. ഓക്കെ, നമ്മൾ കുറച്ചൊന്ന് കറങ്ങി വന്നപ്പോഴത്തേക്ക് അവിടെ ഒരു സ്വീറ്റ് ഷോപ്പ് കണ്ടോ. അത് ഭയങ്കര ഫേമസ് ആണെന്നാണ് അപ്പുറത്ത് നിൽക്കുന്ന കടയിലെണ്ണം പറഞ്ഞത്. മണമടിച്ച് കയറിയതാണ്. ഇപ്പം അവിടെ നിന്ന് മേടിച്ച് 2-3 ഐറ്റംസ്. ഒന്നിന്റെ പേരെനിക്ക് അറിഞ്ഞു, ഇതിന്റെ പേരെനിക്ക് അറിഞ്ഞൂടാ. പിന്നെ വേറെ 2 ഒരു പേട മേടിച്ചു, പിന്നെ ബർഫി മേടിച്ചു. എങ്ങനെയുണ്ടോ ടേസ്റ്റ്? എന്തോ സാധനം
പേടയുടെ വേറെ പേട തന്നല്ലേ? കൊള്ളാം. തരാം. കഴിച്ചോ ഓരോന്ന് കൊടുത്തോ. എന്നിട്ട് നമുക്ക് നടന്ന് കാണാം. നടന്നോ രണ്ടുപേരെയും കൈ പിടിച്ചോ. അപ്പോൾ നമുക്ക് ഈ സ്ട്രീറ്റൊക്കെ ഒന്ന് നടന്ന് കണ്ടിട്ട് പോവാം. ഇവിടെ എന്തൊക്കെയോ കളർഫുൾ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അതൊക്കെ എന്തിനാണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇത് കൂടെയാണെന്ന് മനസ്സിലായി. സ്പൈസസ്, കോഫി നല്ല എക്സ്പ്രസ് അടിപൊളി സാധനമല്ലേ? മധുരോ? ഇതിന് മധുരം ഇട്ടില്ലെങ്കിലേ കൈക്ക്. നമ്മൾ വേറെ കുറച്ചും കൂടെ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. കഴിച്ചോ ചൂടാ. വീഡിയോ ആ കൺഫേം. കഴിച്ചോ ചൂടുണ്ടാ? എന്തുവാ? സ്പൈസി. നമ്മൾ സാധാരണ കഴിക്കുന്ന മൊമോസ് സ്റ്റീംഡ് ആയിരിക്കും. ഫ്രൈ ആണെങ്കിലും ആ സ്റ്റീംഡിന് ഫ്രൈ ചെയ്തൊരു ടേസ്റ്റേ കാണുന്നുള്ളൂ. ഇത് പ്രോപ്പർ ഫ്രൈ. ഇത് പ്രോപ്പർ ഫ്രൈ. നമ്മുടെ സമൂസ ഔട്ടർ ഷെല്ലാണ് ഇരിക്കുന്നത്. അത് തന്നെ. പിന്നെ ഇതിന്റെ പുറത്ത് എന്തൊക്കെയോ സംഭവങ്ങൾ അവര് കൊറേ സ്പൈസസ് നല്ല, പക്ഷെ എരിയല്ല, സ്പൈസി എരിയില്ല, നല്ല സോൾട്ടും. ഇതാണ് സംഭവം കേട്ടോ. ഇത് നേപ്പാളി വെജ് മോമോസ് എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സംഭവം കൊള്ളാം. ഒരു പ്ലേറ്റ് 70 രൂപ ഓൺലി. 10 പീസ് 70 രൂപ, ഒരെണ്ണം 7 രൂപ. അടുത്ത ഐറ്റം കിട്ടിയിട്ടുണ്ട്, ചില്ലി പനീർ. ഇതിന്റെ ഡ്രൈ വെർഷനും കറി വെർഷനും അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ ഇത്തിരി ഡ്രൈ വെർഷനാണ്. സോഫ്റ്റ്. കടിച്ചോ. ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ കണ്ടോ പിരിഞ്ഞു വരുന്ന സോഫ്റ്റ്നെസ്. കടിക്കാൻ നല്ല ചൂടാ. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായും, ഇവിടെ കോമൺലി ഫുഡിനെല്ലാം സ്പൈസ് അല്ലേ? അല്ല, സോൾട്ടി ആണ്. നല്ല ഉപ്പ് ഇവർ ചേർത്താണ് എല്ലാം കുക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ പനീർ ഒരു രക്ഷയില്ല. ഇത് നമ്മൾ സാധാരണ വീട്ടിൽ വാങ്ങിച്ച് അല്ലെങ്കിൽ നമ്മൾ അവിടെ കഴിക്കുന്ന കണക്കല്ല. ഭയങ്കര സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തോ പറയുന്നത്, നമ്മുടെ ചിക്കൻ്റെ ലിവറെല്ലാം ചില സമയത്ത് ഇങ്ങനെ അതേ കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഉണ്ടോ നല്ല സോഫ്റ്റ്. അടുത്ത ഐറ്റം കിട്ടിയിട്ടുണ്ട്. ഞാൻ കാണിക്കൂ. ഞെക്കി പിഴിഞ്ഞോ? ഒന്നുമില്ല, 4 സൈഡിലായിട്ട് സ്പ്രെഡ്. ഇതെന്തായിരുന്നു സാധനം? പനീർ പുലാവ്. അപ്പം ഇതാണ് പനീർ പുലാവ്. എഗെയിൻ മസാല കണ്ടപ്പം തന്നെ മസാല എല്ലാം അത്യാവശ്യം നല്ലോണം ഉണ്ടെന്ന് തോന്നുന്നു. ഇനി ഒന്ന് നോക്കിയിട്ടൊന്ന് ടേസ്റ്റ് പറഞ്ഞേ. ചിലപ്പോൾ താണ്ടറിയാ മറ്റേ മുട്ട സ്ക്രാമ്പിൾഡ് എഗ് ആണ് കിട്ടിയിരിക്കുക. അല്ലാണ്ട് വലിയ പീസായിട്ടാണല്ലേ നീ പ്രതീക്ഷിച്ചത്? പക്ഷെ എനിക്ക് ഈ സാധനം ഓവർ സാൾട്ടി അല്ല, ഇതിന് ഇത്ര സാൾട്ട് വേണമെന്ന് തോന്നുന്നു ഈ ഒരു സംഭവം കഴിക്കാൻ നേരത്ത്. കാരണം ഇത് നീ ഇപ്പം പനീർ മാത്രമല്ല ഇതിൻ്റെ അടുത്ത് കഴിച്ചോളൂ, മറ്റേ എല്ലാം കാപ്സിക്കോ എല്ലാം കൂടെ കഴിക്കാൻ നേരത്ത് ആ സാൾട്ട് ഉള്ളപ്പോഴത്തേക്കും നല്ല രസമുണ്ട് കേട്ടോ. ഇത് പൊളി സാധനം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഫ്രൈഡ് മോമോസ് ഇറ്റ്സ് ഗുഡ്, നമ്മൾ കഴിച്ച ഒരു സംഭവം കണക്ക് തന്നെ. പക്ഷേ ഇതിൻ്റെ ഡിപ്സ് ഒരു രക്ഷയില്ല, അടിപൊളി. നമ്മളെ ആണെന്ന് തോന്നുന്നു റാഡിഷ് അല്ലെങ്കിൽ മറ്റേ വസാബി എന്നൊക്കെ പറയുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതുമായിട്ടൊക്കെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഡിപ്പാണ് കേട്ടോ ഈ സാധനം. ഇതിനകത്തും അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് ചില്ലിയും പിന്നെ ടൊമാറ്റോയും അങ്ങനെ എന്തെങ്കിലും കണ്ടോ ഒരു ചെറിയൊരു പുളിപ്പും കൂടെ ഉണ്ട് ഈ സാധനത്തിനകത്ത്.
പൊളി, ടിപ്സ് ഒരു രക്ഷയില്ല, അടിപൊളി. അപ്പോൾ ലാസ്റ്റ് റൗണ്ട് ഡെസേർട്ടാണ്. നമ്മൾ കുൽഫി കഴിക്കുന്നു. കൊള്ളാവൂടാ കുൽഫി? കൊള്ളാവൂടി കുൽഫി? ഓക്കേ. ഇത്രയും ചെറിയ നാരങ്ങയെന്ന് തേങ്ങ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ സ്കൂട്ടറിന് പ്രാന്താണ് ഗൈസ്. ചങ്ങല കിട്ടിരിക്കുന്നില്ലേ, പ്രാന്ത് പിടിച്ച സ്കൂട്ടർ ആവേ. ഈ ഒരു സ്ട്രീറ്റ് ഫുള്ള് കാണാൻ കുറേ കളർഫുൾ സാധനങ്ങളുണ്ടായിരുന്നു. നമ്മുടെ ഈ കല്യാണത്തിനൊക്കെ കഴിഞ്ഞ ശേഷം ഈ ആൾക്കാർ രഥത്തിലൊക്കെ കുതിരപ്പുറത്തൊക്കെ ഇരുത്തിക്കൊണ്ട് പോകത്തില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതെ, കല്യാണത്തിന് ഇടുന്നവരുടെ കറക്റ്റ് രാജാപ്പാട്ട് കോസ്റ്റ്യൂംസ് എന്ന് പറയത്തില്ലേ, ആ ടൈപ്പ് കോസ്റ്റ്യൂംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാ കൊള്ളായിരുന്നല്ലേ. പിന്നെ സ്ട്രീറ്റ് ഫുഡിന്റെ കാര്യം ഒരു രക്ഷയില്ല. പിന്നെ ഫ്രൂട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആവശ്യം പോലെ ഉണ്ട് സ്ട്രീറ്റിൽ. സ്പൈസസ്, അതെ, സ്പൈസസിന് വേണ്ടി പ്രത്യേക ഒരു സ്ട്രീറ്റ് മൊത്തത്തിൽ പൊളിയായിരുന്നു കേട്ടോ. നടന്ന് കാണാൻ ഒരുപാടുണ്ടായിരുന്നു സംഭവം. അപ്പോൾ അതോടുകൂടി ഇന്നത്തെ പരിപാടികൾ അവസാനിച്ചിരിക്കുകയാണ്. സോൾ ഇവിടെ റെസ്റ്റ് ചെയ്യുന്നു, നമ്മൾ നേരെ മുകളിലോട്ട് പോകുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇറ്റ് വാസ് എ ഗുഡ് ഡേ, കൊള്ളായിരുന്നു, നൈസ് ഡേ ആയിരുന്നു. അപ്പോൾ നമുക്ക് സോളിന് ഗുഡ് നൈറ്റും പറഞ്ഞിട്ട് ഇന്നത്തെ വ്ലോഗ് അവസാനിപ്പിക്കാം. ഗുഡ് നൈറ്റ്.